കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലായി മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഭരണങ്ങാനം. മീനച്ചിലാറിന്റെ തീരത്തുകൂടിയാണ് ഞാനിപ്പോൾ ഭരണങ്ങാനത്തേക്ക് പോകുന്നത്. ഈ റോഡെന്ന് പറയുന്നത് പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേ ആണ്. പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേയിലാണ് ഭരണങ്ങാനം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഭരണങ്ങാനം പട്ടണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയായ സെന്റ് മേരീസ് പള്ളി ഇവിടെയാണുള്ളത്. അതിനാൽ ഇവിടം ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഭരണങ്ങാനത്തെ പ്രധാന കൃഷി റബ്ബറാണ്. ഭരണങ്ങാനം പട്ടണത്തിൽ 5 സ്കൂളുകളാണ് ഉള്ളത്. അവ എല്ലാം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലാണ്. ഭരണങ്ങാനത്ത് ചില പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളും ഉണ്ട്. മീനച്ചിലാറിന്റെ തീരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ ഒരു പ്രധാന ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണ സാന്നിധ്യം മൂലം ഇതിന് ദക്ഷിണ ഗുരുവായൂർ എന്ന പേരുകൂടിയുണ്ട്. പ്രശസ്ത മലയാളം സിനിമാ നടിയായ മൺമറഞ്ഞ മിസ് കുമാരി ഭരണങ്ങാനത്ത് നിന്നുമാണ്. മാർ നടത്തുന്ന അസീസി എന്ന ആശ്രമം ഭരണങ്ങാനത്താണ്. ഇവിടെ നിന്ന് എല്ലാ മാസവും അസീസി എന്ന മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നു. ഭരണങ്ങാനത്തിന്റെ പ്രധാന ഹൃദയഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഇടതുവശത്തായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. സിസ്റ്റർ അൽഫോൻസ ജീവിച്ചിരുന്ന കാലത്തെ സാധനങ്ങളൊക്കെ അടങ്ങിയ ഒരു മ്യൂസിയമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി വലത്തേക്ക് തിരിഞ്ഞാൽ സെന്റ് മേരീസ് പള്ളിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. സെന്റ് മേരീസ് പള്ളി ആനക്കല്ല് പള്ളി എന്ന പേരിലും അറിയപ്പെടുന്നു. ഭരണങ്ങാനത്തെ ആനക്കല്ല് സെന്റ് മേരീസ് ഫൊറോന പള്ളി പ്രശസ്തമാണ്. ആനക്കല്ല് എന്ന് പേര് വരുവാൻ ഒരു കാരണമുണ്ട്. ഒരു സഹസ്രാബ്ദത്തിന് മുൻപ് ഭരണങ്ങാനത്ത് ഒരു പള്ളി പണിയുമെന്ന് തീരുമാനിച്ചപ്പോൾ നാട്ടുകാർ തമ്മിൽ തർക്കമായി. പള്ളി എവിടെ നിർമ്മിക്കും എന്നതായിരുന്നു തർക്കവിഷയം. ചർച്ചകളിലൂടെ രഞ്ജിപ്പ് ഉണ്ടാവില്ലെന്നുറപ്പായതോടെ മധ്യസ്ഥർ ഒരു തീരുമാനമെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ആനയുടെ തുമ്പിക്കൈയിൽ പള്ളി നിർമ്മിക്കേണ്ട മൂലക്കല്ല് കെട്ടിക്കൊടുക്കുക. ആന കല്ല് എവിടെ വയ്ക്കുന്നുവോ അവിടെ പള്ളി പണിയാം. ഇരു കൂട്ടർക്കും ആ അവസ്ഥ സ്വീകാര്യമായിരുന്നു. അങ്ങനെ 1000 വർഷങ്ങൾക്ക് മുൻപ് ആന നടന്നെത്തി ആ കല്ല് വെച്ചത് ഇന്ന് പള്ളി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു. അടുത്ത കാലത്ത് പള്ളി സഹസ്രാബ്ദി ആഘോഷിച്ചു. ഭരണങ്ങാനം ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് തിരുനാൾ പ്രദക്ഷിണവും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവവും ജനുവരി മാസത്തിൽ ഒരു ദിവസങ്ങളിലാണ് നടത്തപ്പെടുന്നത്. നേരെ മുന്നിൽ കാണുന്ന പള്ളിയാണ് അൽഫോൻസ പള്ളി. അൽഫോൻസ പള്ളിയാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം പേർ അൽഫോൻസ പള്ളിയിലേക്ക് തീർത്ഥാടനത്തിനായി എത്താറുണ്ട്. അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ പള്ളിക്ക് എല്ലാം വിശാലമായ കോമ്പൗണ്ട് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒട്ടനവധി വാഹനങ്ങളെയൊക്കെ കൊള്ളാനുള്ള സ്പേസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതാണ് ഈ പള്ളിയിലേക്ക് കയറി വരുന്നതിനുള്ള വഴി. 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് ജോൺ മോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും അൽഫോൻസാമയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. നാമകരണ ചടങ്ങിന് ശേഷം അതേപടി ഭരണങ്ങാനത്ത് അൽഫോൻസ ചാപ്പലിന് തൊട്ടു മുൻപിലായി പുനർനിർമ്മിച്ചു. 20 വർഷത്തിലേറെയായി ഇപ്പോൾ ഇതിവിടെയുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്നിറങ്ങി വീണ്ടും പ്രധാന ഹൈവേയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേ ആണിത്. ഇവിടുന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലായിലേക്കാണ് എത്താൻ സാധിക്കുന്നത്. ഭരണങ്ങാനത്തിന് അടുത്തായി ഒരു ഹോസ്പിറ്റലാണുള്ളത്. IHM ഹോസ്പിറ്റൽ ആണ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മേരിഗിരി ഹോസ്പിറ്റൽ എന്നും ഇത് അറിയപ്പെടുന്നു. ഈ വഴി വലത്തോട്ട് പാലാ റൂട്ടിൽ ഏകദേശം ഒരു 200 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മേരിഗിരി ആശുപത്രിയുടെ അടുത്തായിട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഈ വലത്ത് സൈഡിൽ കാണുന്നതൊക്കെ പള്ളിയുടെ ബിൽഡിങ്ങുകളൊക്കെയാണ്. വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ്. ഭരണങ്ങാനം പള്ളി വകകളൊക്കെയായി ഇവിടെ ധാരാളം ബിൽഡിങ്സും സ്ഥലങ്ങളും ഒക്കെയുണ്ട്. ഇവിടെയുള്ള ആശുപത്രി വളരെ പഴക്കം ചെന്ന ഒരു ആശുപത്രിയാണ്. മേരിഗിരി ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഹോസ്പിറ്റൽ സ്ഥാപിതമായത് 1948 ഭരണങ്ങാനത്ത് ഒരു പെട്രോൾ പമ്പാണ് ഉള്ളത്. ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് ഭരണങ്ങാനത്തെ പെട്രോൾ പമ്പ്. പ്രധാന ടൗണിൽ നിന്ന് ഒരു 150 മീറ്റർ മുന്നോട്ട് മാറിയാണ് പെട്രോൾ പമ്പ് ഇരിക്കുന്നത്. പെട്രോൾ പമ്പിന് തൊട്ടായിട്ട് തന്നെ വലതുവശത്തായിട്ടാണ് മേരിഗിരി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോകണം ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് തിരിയാനായിട്ട്. ഹോസ്പിറ്റൽ നേരത്തെ പ്രധാന ഹൈവേയുടെ സൈഡിലായിട്ടായിരുന്നു ഇരുന്നത്. പിന്നീട് വളവ് നൂർക്കലിന്റെ ഭാഗമായി വന്നപ്പോൾ ഹൈവേ കുറച്ചുകൂടി ഇടതുവശത്തേക്ക് മാറിപ്പോയി. ഈ കാണുന്ന വലതുവശത്തോട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കയറാനുള്ള വഴി. അങ്ങനെ ഞങ്ങൾ ആ വഴി തിരിഞ്ഞ് ഹോസ്പിറ്റലിന്റെ പ്രധാന കവാടത്തിന് മുന്നിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന കവാടമാണ് ആശുപത്രിയിലേക്കുള്ള പ്രധാന വഴി എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ വഴിയുള്ള ആശുപത്രിയിലേക്ക് കയറാനായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡിലേക്ക് വീണ്ടും പ്രധാന ഹൈവേയിലേക്കാണ് കയറുന്നത്. ഇനി ഭരണങ്ങാനത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അസീസി ആശ്രമമാണ്. അസീസി ആശ്രമത്തിലേക്ക് വീണ്ടും തിരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷം വലത്തേക്കാണ് തിരിയേണ്ടത്. ആശുപത്രി കഴിഞ്ഞ്
കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വലതുവശത്തേക്കായി ചെറിയൊരു പോക്കറ്റ് റോഡ് കാണാനായിട്ട് സാധിക്കും. ആ വഴി നമുക്ക് അസീസി പള്ളിയിലേക്കും ആശ്രമത്തിലേക്കും ഒക്കെ പോകാനായിട്ട് സാധിക്കും. ഇത് ഈ കാണുന്ന വലത്തേക്കുള്ള വഴിയാണ് അസീസി ആശ്രമത്തിലേക്കുള്ള വഴി. ചെറിയ ഗട്ടറൊക്കെ ഉള്ള ഒരു ചെറിയൊരു വഴിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അസീസി പള്ളിയിലേക്ക് എത്താം. ഇത് അസീസി പള്ളി അടുക്കാറായി. തൊട്ടടുത്ത് തന്നെയാണ് അസീസി പള്ളി ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ നമുക്ക് പള്ളി കാണാനായിട്ട് സാധിക്കും. ഇത് ഈ വലതുവശത്ത് കാണുന്നതാണ് പള്ളിയുടെ കോമ്പൗണ്ടാണ് വലതുവശത്ത് കാണുന്നത്. ഇതിലൂടെയാണ് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള വഴി. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഭരണങ്ങാനത്തെ അസീസി പള്ളി. അങ്ങനെ ഞങ്ങൾ അസീസി പള്ളിയിലൊന്ന് കയറി നേരെ യൂ ടേൺ അടിച്ച് ഇവിടെ അസീസി പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ധ്യാനകേന്ദ്രം കൂടിയുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ആ ധ്യാനകേന്ദ്രം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ യൂ ടേൺ എടുത്ത് വീണ്ടും പഴയ വഴിയിലേക്ക് കയറി വലത്തേക്ക് തിരിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം ഇടതുവശത്തായിട്ട് നമുക്ക് ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാണാം. ഇത് ഈ കാണുന്ന 2 നിലയാണ് അസീസി ധ്യാനകേന്ദ്രം. പള്ളിയുടെ ഏതാണ്ട് അടുത്തായിട്ട് തന്നെയാണ് ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ച കണ്ട് ഇനി അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഭരണങ്ങാനത്തെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ക്ഷേത്രം ഭരണങ്ങാനം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലെയായിട്ടാണ് ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഭരണങ്ങാനത്ത് നിന്ന് പൈകയ്ക്ക് പോകുന്ന ഒരു റോഡാണ്. ഭരണങ്ങാനം പൈക റൂട്ടിലാണ്. വിലങ്ങുപാറ എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള പ്രധാന കവാടം. കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന വലത്തോട്ടുള്ള വഴിയെയാണ് നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി. ഭരണങ്ങാനം എന്ന് പേര് വന്ന ഇവിടെയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുരപുരാതന ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും വനവാസ കാലത്ത് യുധിഷ്ഠിരൻ ഇവിടെ വിഷ്ണുപൂജ നടത്തിയിരുന്നു. പാണ്ഡവരും പാഞ്ചാലി അവരുടെ വ്രതം അവസാനിപ്പിച്ച് പാരണവീടൽ നടത്തിയത് ഇവിടെയായിരുന്നു. പാരണവീടൽ നടത്തിയ കാട് എന്ന അർത്ഥത്തിൽ പാരണാരണ്യം അഥവാ പാരണകാനനം എന്ന ഈ സ്ഥലത്തിന് പേരിട്ടത് അവരാണ്. കാലക്രമേണ ഈ പേരാണ് ഭരണങ്ങാനമായി മാറിയത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഭരണങ്ങാനത്തിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.